ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേക്കോങ്കയുടെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 2 ലക്ഷം രൂപ വരെ മാസം വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ളൊരു സെല്ലറുടെ ഒരു സക്സസ് സ്റ്റോറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആമസോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലക്ഷങ്ങളൊക്കെ സമ്പാദിക്കാൻ പറ്റുമെന്ന് ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഓക്കെ, ഞാനപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇവരുടെ സെല്ലർ അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ബോർഡ്, നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ്റെ ഡാഷ് ബോർഡും അതിനുശേഷം കാണിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ സെല്ലറുടെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ചെറിയ രീതിയിൽ പറയാം. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹോം ഡെക്കറേറ്റീവ് പ്രൊഡക്റ്റാണ്. ഇവരാദ്യം ആമസോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ്. വിചാരിച്ചതിലുള്ള വലിയ സെയിൽസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 50,000 60,000 രീതിയിലുള്ള റവന്യൂ അവർക്ക് മന്ത്ലി ഉണ്ടായിരുന്നു. അതിന് ശേഷം അവർ യു എയിൽ ലോഞ്ച് ചെയ്തു ഈ പ്രൊഡക്റ്റ്. പക്ഷേ വിചാരിച്ചതിലുള്ള സെയിലൊന്നും അവർക്ക് യു എയിലും കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷം അവരെന്നെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് കാര്യം ചെയ്യാം, യു എസിലും കൂടി ഒന്ന് നോക്കാം. കാരണം യു എസ് കുറച്ചും കൂടി ബിഗ് മാർക്കറ്റ് പ്ലേസ് ആണ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതാണ്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് യു എസിൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് യു എസിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ്. FBI വഴിക്ക് പ്രൊഡക്ട്സുകൾ അയച്ചു. അതിനുശേഷമാണ് ഈ സെയിൽസും കാര്യങ്ങളും ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സെല്ലറുടെ കൺസെൻറ്റ് എടുത്തതിന് ശേഷം അവരുടെ സെല്ലർ പാനലിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ സെല്ലർ ലോഞ്ച് ചെയ്ത സമയം മുതൽ ഉണ്ടായിരുന്നിട്ടുള്ള സെയിൽ എങ്ങനെയായിരുന്നു, അവരുടെ രീതിയിൽ അവരെങ്ങനെയാണ് ആ സെയിലിലേക്ക് ഈ ഒരു ലാഭത്തിലേക്ക് പ്രോഫിറ്റിലേക്ക് എങ്ങനെ അച്ചീവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഓൾറെഡി ഞാൻ സെല്ലറുടെ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു തുടങ്ങിയ ഡേറ്റ് ഇവിടെ സെറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ബിസിനസ് റിപ്പോർട്ട്സിൽ വന്നിരിക്കുന്നത്, സെല്ലർ പാനലിലെ ബിസിനസ് റിപ്പോർട്ട്സിൽ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതിനുശേഷം റിപ്പോർട്ട്സിൽ വന്നു കഴിഞ്ഞാൽ ബിസിനസ് റിപ്പോർട്ട്സിൽ വരാം. സെയിൽസ് ഡാഷ്ബോർഡ് ഓപ്ഷൻ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ലോഞ്ച് ചെയ്ത ഡേറ്റ് ഇവിടെ കസ്റ്റം ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ എല്ലാ സെല്ലർ പാനലിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഡാറ്റ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ചെക്ക് ചെയ്യാം. അവർ 2022 സെപ്റ്റംബർ എൻഡ് ആയപ്പോഴാണ് ഇവർ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്, യു എസിൽ ലോഞ്ച് ചെയ്യുന്നത്. ഞാൻ ഏകദേശം ഒരു ഓഗസ്റ്റ് 1 മുതൽ ഡേറ്റ് ഇവിടെ ഇടുന്നുണ്ട്. അതിന് ശേഷം ഇപ്പം ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് 27 ജനുവരി ആണ്. അപ്പോൾ ആ ഡേറ്റ് വരെയുള്ള ഡാറ്റയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡാറ്റ നമുക്ക് ഓൾറെഡി ഡേറ്റ് ഇവിടെ മാറിപ്പോൾ ഇവിടെ 2023 കിടക്കുന്നത്. 2022 അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡാഷ്ബോർഡ് കാണാം, ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഏകദേശം അവർക്ക് ടോട്ടൽ വന്നിട്ടുള്ള ഓർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2426 ഓർഡേഴ്സിൽ 2583 യൂണിറ്റ്സ് ഇവർ യു എസ് മാർക്കറ്റിൽ ഇവർ സെല്ല് ചെയ്തു. അവർക്ക് ആകെ വന്നിരിക്കുന്ന റവന്യൂ എന്ന് പറയുന്നത് $43,000 അടുത്ത് ഡോളേഴ്സാണ് ഇവർക്ക് റവന്യൂ വന്നിട്ടുള്ളത്. ഏവറേജ് ഒരു പ്രൊഡക്റ്റിന് വന്നിരിക്കുന്ന കോസ്റ്റ് 17.77 ആണ് ഒരു പ്രൊഡക്റ്റിന് ഇവർ സെല് ചെയ്തിട്ടുള്ള ആവറേജ് കോസ്റ്റ്. അപ്പോൾ ഇതിൽ ഡാഷ്ബോർഡ് നിങ്ങൾക്ക് കാണാം. തുടക്കത്തിൽ സെയിൽ വളരെ കുറവായിരുന്നവർക്ക് പതുക്കെയാണ് ഇവർ സെയിൽ ഗ്രോത്ത് അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രൊഡക്ട്സ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം തോന്നാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ $1 പോലും അഡ്വർടൈസ്മെൻറ്റ് ഇവർ ചിലവാക്കിയിട്ടില്ല. അതായത് PPC ക്യാമ്പയിൻസ് ഒന്നും റൺ ചെയ്യാതെയാണ് ഈ ഒരു പ്രൊഡക്ട്സിന് ഇത്രയും പ്രോഫിറ്റിൽ എത്തിയത്. ഞാൻ അതിനുള്ള കാരണം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ടോട്ടൽ റവന്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചൈൽഡ് SKU, അതായത് സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ഇത്രയും സെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ഒറ്റ സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ ഡാറ്റ നമുക്കിവിടെ കാണിക്കാം. നമുക്ക് ഓൾറെഡി സെയിം ഡേറ്റ് ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഓഗസ്റ്റ് 1 മുതൽ കറണ്ട് ഡേറ്റ് വരെ അവിടെ നിങ്ങൾക്ക് കാണാം ടോട്ടൽ. ഇവിടെ അതിനുശേഷം അവർ കുറച്ച് 1-2 എക്സ്ട്രാ പ്രൊഡക്റ്റിൽ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യത്തെ ഒരു ഒറ്റ സിംഗിൾ പ്രൊഡക്റ്റിൽ നിന്നാണ് നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ചിട്ടുള്ള $42,000 അടുത്തുള്ള ഡോളേഴ്സ്, അത്രയും എമൗണ്ട് ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റിൽ നിന്നാണ് അവർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് ഇത്രയും റവന്യൂ അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഇതിൻ്റെ സെയിം ഡാറ്റ നമുക്ക് മന്ത് വൈസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഇവിടെ സെയിൽസ് ആൻഡ് ഓർഡേഴ്സ് ബൈ മന്ത് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സെയിം രീതിയിൽ തന്നെ നമുക്ക് ഡേറ്റ് കൂടി ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം ഈ ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് കാണാം, അവർ ലോഞ്ച് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഒക്ടോബർ മന്തിൽ അവർക്ക് വന്നിരിക്കുന്നത് വെറും ഒരു ഓർഡേഴ്സ് ആയിരുന്നു. ലോഞ്ച് ചെയ്തിട്ടുള്ള ആദ്യത്തെ 2ാമത്തെ മാസം വന്നിട്ടുള്ളത് വെറും ഒരു സിംഗിൾ ഓർഡേഴ്സ് അവർക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം അത് 23 ഓർഡേഴ്സായി. അതുപോലെ ശേഷം 15, 22, 31, 45, പിന്നെ അങ്ങോട്ട് കയറി 95, 82, അങ്ങോട്ട് 100, 200, 300, 600 അടുത്ത് ഓർഡേഴ്സ് അവർക്ക് കയറി പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് അവർക്ക് ഇത്രയും സെയിലേക്ക് അവർ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് തുടക്കത്തിൽ നമ്മൾ ചില പ്രൊഡക്റ്റിലൊക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 മാസം കൊണ്ട് തന്നെ നിരാശരായിട്ട് നമ്മളെ പ്രൊഡക്റ്റ്
വിട്ട് അല്ലെങ്കിൽ സെയിലൊക്കെ മതിയാക്കി പോകുന്ന ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. ഞാൻ അവരോട് പറയുന്നത് ക്ഷമയോടെ കാത്തിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് പതുക്കെ ഇൻഡെക്സ് ഒക്കെ ചെയ്ത് അത്യാവശ്യം പോസിറ്റീവ് റിവ്യൂസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പൊട്ടൻഷ്യലും ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റവന്യൂ അതിനുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും, ആമസോണിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ കാണാം. ഇതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാണ് ഇവർക്ക് പ്രോഫിറ്റ് ഇവർക്ക് സിംഗിൾ മന്ത് അവർ എൺ ചെയ്യുന്നത്. കാരണം ഇവർക്ക് ഓൾറെഡി ഞാൻ ചെറിയ രീതിയിലുള്ള സർവീസുകൾ മുമ്പേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ അക്കൗണ്ടിൻ്റെ ആക്സസ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ടൂളിൻ്റെ ആക്സസും എൻ്റെ കയ്യിലുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇവർക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് ഞാനത് ക്ലയൻറ്റിനോടും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കിട്ടിയിരിക്കുന്ന ആ ഒരു എമൗണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഈ ഒരു ടൂളിൻ്റെ സെല്ലർ ബോർഡിൻ്റെ ടൂളിൻ്റെ പ്ലാറ്റ്ഫോമോട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിക്കാണ് നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഈ ഒരു ടൂൾ എന്താണെന്നോ ഈ പ്ലാറ്റ്ഫോം എന്താണെന്നോ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ സെല്ലർ പാനൽ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ഫ്രീ ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്യാമെന്നുള്ള വിവരങ്ങളൊക്കെ ഇതിൽ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇത് വെറും 12 മാസത്തെ ഡാറ്റയാണ് ഈ ഒരു പ്ലാനിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനുവരിയാണ്, ഇപ്പോൾ ഈ ഒരു മന്ത് ജനുവരിയാണ്. ഈ ജാൻ മുതൽ കഴിഞ്ഞ ജാൻ വരെയുള്ള ഡാറ്റ എനിക്കിതിലുള്ളൂ. ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞായിരുന്നു നമ്മൾ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതാണ് 2022. പക്ഷേ ഇതിൽ ലാസ്റ്റ് 12 മാസത്തെ ഡാറ്റയിൽ കാണുന്നത് നിങ്ങൾക്ക് കാണാം. ജനുവരി 22 ഓർഡേഴ്സാണ് ഇവിടെ ജാനിൽ ഇവർക്ക് വന്നിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ സെയിം സെല്ലർ പാനൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ 22 ഓർഡേഴ്സ് തന്നെയാണ് ജനുവരി ഇതിൽ കാണിക്കുന്നത്. അതായത് സെയിം അക്കൗണ്ടിൻ്റെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, നിങ്ങളൊന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജനുവരി 22 ഓർഡേഴ്സ് കാണാം നിങ്ങൾക്ക്. അതിനുശേഷം ഫെബ്രുവരി വന്നു കഴിഞ്ഞപ്പോൾ കാണാം അത് 39 60 120 102 126. അതുപോലെ തന്നെ ഇത് കയറി ഇത്തരം ഓർഡേഴ്സ് വന്നു. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് കാണാം. ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്തുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് കാണാം. വെറും $22 ആയിരുന്നു ജനുവരിയിൽ. അതിനുശേഷം $100 $283 അതായത് ഒരു മാക്സിമം വന്നിരിക്കുന്ന പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ $2410. ഇവർക്ക് $17 ഈ പ്രൊഡക്ട്സ് ഇവർ സെല്ല് ചെയ്യുന്നത്. ഇവർക്ക് മാക്സിമം വരുന്ന കോസ്റ്റ് പ്രൊഡക്റ്റ് കോസ്റ്റ് US FBAയിൽ വരുന്ന പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഇവർക്ക് ചിലവാകുന്നത് വെറും $4.5 ആണ്. അപ്പോൾ $17 അവർ സെല്ല് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ FBA US FBA ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ആ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കഴിച്ച് വരുന്ന ബാക്കി പ്രോഫിറ്റാണ് കാണുന്നത് $2410. അതായത് ഏകദേശം 2 ലക്ഷം രൂപ. അപ്പോൾ ഇവർക്ക് ഈ ഒറ്റ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് US മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മാത്രം സിംഗിൾ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് ഈ കാണിക്കുന്നത്. അതേ ഒപ്പം തന്നെ ഇപ്പോൾ ഈ പ്രോഫിറ്റ് കാണിച്ചതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ലൈവായിട്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിക്കും കൂടെ കാണാം. നിങ്ങൾ ഈ നവംബർ ഡിസംബർ മാസം വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നെഗറ്റീവ് ബാലൻസ് കാണാം. $2410 പ്രോഫിറ്റ് എടുത്ത അതേ സെല്ലർക്ക് തന്നെയാണ് തൊട്ടടുത്ത മാസം $511 ലോസിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം $33 ലോസ് കാണാം. ഈ ഒരു മന്ത് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് $121 ലോസിലാണ്. ഇതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു Q4 ടൈമാണ് അത്യാവശ്യം നല്ല സെയിൽ, കാരണം ഇവർ വിചാരിക്കാത്ത രീതിയിലുള്ള സെയിലാണ് ആ സമയത്ത് ബൂസ്റ്റ് ആയത്. അപ്പോൾ ആ ഒരു ഹെവി ഓർഡേഴ്സ് വരുന്ന സമയത്ത് ഇവർ വീണ്ടും ഷിപ്മെൻറ്റ് അവർ അയച്ചു. അതിനോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഞങ്ങൾ 1-2 പ്രൊഡക്ട്സ് ഞങ്ങൾ കൂടുതൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് ഇവർ അയച്ച ഷിപ്മെൻറ്റിൽ 2 പ്രൊഡക്റ്റുകളിലെ FNSQ ലേബൽസ് മാറിപ്പോയി. അവർ അയച്ചിരുന്ന രണ്ടാമത് അയച്ച പ്രൊഡക്റ്റിൻ്റെ ലേബൽ അവർ പുതിയ ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ലേബലാണ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിന് കൊടുത്തത്. അതായത് 2 പ്രൊഡക്റ്റിൻ്റെ ലേബൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഓൾറെഡി സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓൾറെഡി നല്ല ബൂസ്റ്റായിട്ട് നിൽക്കുന്ന ആ പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ്. ഏകദേശം സിമിലർ ഐറ്റം ആണ്, പക്ഷേ അത് ഡിഫറെൻ്റ് ആണ് ഐറ്റം. അപ്പോൾ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സിന് കിട്ടുന്നത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റാണ്. അപ്പോൾ അവരത് നെഗറ്റീവ് റിവ്യൂസ് ഇടും, റിട്ടേൺസ് ഇടും. ഓൾറെഡി ചിലത് മനസ്സിലാക്കാൻ തന്നെ ഓൾറെഡി ഒരു 1 മന്തിനടുത്ത് എടുത്തു. ഇവർക്ക് ഇത് എന്തുകൊണ്ടാണ് സെയിൽ പെട്ടെന്ന് ഇത്രയും താഴേക്ക് പോയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് കുറഞ്ഞതെന്ന് ഒരു ചെക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി ഇത് പ്രൊഡക്റ്റ് മാറിപ്പോയി. അത് ഞങ്ങൾ കുറച്ച് കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് കിട്ടുന്ന പ്രൊഡക്റ്റ് വേറെയാണ്. ഞങ്ങളത് ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ ഓൾറെഡി FBAയിൽ നിന്ന് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തു. പക്ഷേ നിലവിൽ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ റിട്ടേൺസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിട്ടേൺസ് വരുന്നതൊക്കെ ലോസാണ്. ഇപ്പോൾ ഓൾറെഡി Q4 നടക്കുന്ന സെയിൽസ് Jan 31 വരെ റിട്ടേൺ ചെയ്യാനുള്ള പോളിസി ആമസോൺ കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒട്ടും എനിക്ക് ഇന്ത്യയിൽ അറിയില്ല, US-ലേക്ക് ആണെങ്കിലൊക്കെ മാർക്കറ്റ് പ്ലേസുകളിലൊക്കെ ഏകദേശം Jan 31 റിട്ടേൺ ചെയ്യാം. നിങ്ങൾ നവംബറിലോ ഡിസംബറിലോ വാങ്ങുന്ന പ്രൊഡക്ട്സ് വരെ Jan 31 വരെ അവർക്ക് റിട്ടേൺ ചെയ്യാനുള്ള
അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അത് റിട്ടേൺസ് പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ എന്നാലും സാറ്റിസ്ഫൈഡ് ആണ്, കാരണം അത് അവർക്ക് പറ്റിയ മിസ്റ്റേക്കാണ്, അതൊരു എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി ശ്രദ്ധിച്ച പ്രൊഡക്ട്സ് അയച്ചു കഴിഞ്ഞാൽ അവർക്കത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ ഓൾറെഡി പുതിയ സ്റ്റോക്ക് അയച്ചിട്ടുണ്ട്, ആ സ്റ്റോക്ക് ഇപ്പോൾ ഇൻവെൻട്രിയിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു പ്രൊഡക്ട്സ് ബൂസ്റ്റായിട്ട് സെയിൽസ് വരുന്ന പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിന്നൊക്കെ പറയാനുള്ള കാര്യം, തീർച്ചയായിട്ടും നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവാതിരിക്കുക. നിങ്ങൾക്ക് തുടക്കത്തിലൊക്കെ 1-2 മാസത്തിൽ സെയിൽ കുറഞ്ഞാലും നിങ്ങളത് കൂടുതൽ പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്യാൻ നോക്കുക. മറ്റു ആൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ശ്രമിക്കുക. കുറച്ചും കൂടി കൂടുതൽ മാർക്കറ്റ് പ്ലേസുകളിലേക്ക് ആ പ്രൊഡക്റ്റിന് വിസിബിലിറ്റി കൊണ്ടുവരാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യൻ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ UAE പോലുള്ള UAE സൗദിയൊക്കെയുള്ള മാർക്കറ്റ് പ്ലേസുകളുണ്ട്, അവിടേക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ US ഉണ്ട്, കുറച്ചും കൂടി കസ്റ്റമേഴ്സ് ഉള്ളത്, കുറച്ചും ജെന്യൂൻ കസ്റ്റമേഴ്സ് കൂടുതലുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് ആണ് US എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു സെല്ലർ സ്റ്റോറിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്